നമ്മളൊരു വീട് വാങ്ങാൻ തയ്യാറെടുക്കുകയാണ്. ഏത് സ്റ്റേജിൽ ഇത് വാങ്ങണം? പ്രധാനമായും 3 സ്റ്റേജിലുള്ള വീടുകളാണ്, അല്ലെങ്കിൽ നിർമ്മാണത്തിൻ്റെ 3 ഘട്ടങ്ങളിലുള്ള പ്രൊജക്റ്റുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. 1 റെഡി ടു ഓക്യുപ്പൈ ആയിട്ടുള്ള വീടുകൾ, 2 ഓൺഗോയിങ് സ്റ്റേജിലുള്ള വീടുകൾ, 3 ലോഞ്ച് സ്റ്റേജിലുള്ള പ്രൊജക്ട്സ്. ഇതിന് ഓരോന്നിനും അതിൻ്റേതായ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഉണ്ട്. ഉദാഹരണത്തിന് നമ്മളൊരു റെഡി ടു ഓക്യുപ്പൈ പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ എന്താണ് ഈ ഒരു വീടിൻ്റെ ഫിനിഷ്, അതിലെന്തൊക്കെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ടൊരു ധാരണ കിട്ടും. രണ്ടാമതായി നമുക്ക് പെട്ടെന്ന് തന്നെ പൊസഷൻ എടുക്കേണ്ട ഒരു അവസ്ഥയാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടൊരു വീട് കൂടിയേ പറ്റൂ എന്നുള്ളൊരവസ്ഥയാണെങ്കിൽ ഇതല്ലാതെ നമുക്ക് മറ്റ് ഓപ്ഷൻസ് ഒന്നുമില്ല. ഇവിടുത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റെഡി ടു ഓക്യുപ്പൈ ആയിട്ടുള്ള പ്രോജക്ട്സിനെ സംബന്ധിച്ച് കമ്പാരിറ്റീവ്ലി പ്രൈസ് സൈഡ് കുറച്ച് കൂടുതലായിരിക്കും. അതാണ് ഈ പ്രോപ്പർട്ടീസിൻ്റെ ഒരു ഡിമെറിറ്റ് എന്ന് നമുക്ക് പറയാവുന്ന ഒരു കാര്യം. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ ഓൺഗോയിങ് സ്റ്റേജുകളിൽ, പല ഘട്ടങ്ങളിൽ കൺസ്ട്രക്ഷൻ എത്തി നിൽക്കുന്ന പ്രോജക്റ്റുകളാണ്. ഇവിടെ നമുക്ക് സ്ട്രക്ചർ മാത്രം കംപ്ലീറ്റ് ചെയ്ത സ്റ്റേജ് ആവാം, അല്ലെങ്കിൽ ഷെല്ല് കംപ്ലീറ്റ് ചെയ്തതാവാം, ഫിനിഷിംഗ് തുടങ്ങാത്തതാവാം, അങ്ങനെ പല സ്റ്റേജുകളുണ്ട്. ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഫിനിഷിംഗ് പ്രൊഡക്ട്സ് പ്രധാനമായിട്ടും ടൈലുകൾ, സാനിറ്ററി വെയർസ്, അതുപോലെ വോളിൻ്റെ ഫിനിഷ് എങ്ങനെ വേണം, ഈ കാര്യങ്ങളിലൊക്കെ നമുക്ക് കുറേയും കൂടി ഒരു കസ്റ്റമൈസേഷൻ നടക്കും എന്നുള്ളതാണ്. പിന്നെ ഈ റെഡി ടു ഓക്യുപ്പൈ ഘട്ടത്തിനേക്കാൾ വില കുറേ കൂടി കുറവായിരിക്കാനും സാധ്യതയുണ്ട്. മൂന്നാമത്തെ ഓപ്ഷനാണ് ഒരു ലോഞ്ച് സ്റ്റേജിലുള്ള ഒരു വീട് വാങ്ങിക്കുക, ഒരു പ്രൊജക്റ്റിൽ വീട് വാങ്ങിക്കുക എന്നുള്ളത്. അവിടെ നമുക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രൈസ് തന്നെയാണ്. ഓൾമോസ്റ്റ് ഒരു 20-25% അതിൻ്റെ പ്രൈസ് റെഡി ആയിട്ടുള്ള ഒരു പ്രോജക്റ്റിനേക്കാൾ കുറവായിരിക്കും. അതുകൂടാതെ സ്റ്റേജ് വൈസ് പേയ്മെൻറ്റ്സ് നമ്മൾ കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മളൊരു ഹോം ലോണൊക്കെ എടുക്കുകയാണെങ്കിൽ തന്നെയും അതിൻ്റെ പ്രീ EMI മാത്രം നമ്മൾ അടച്ചു പോയാൽ മതി. കംപ്ലീഷൻ കഴിഞ്ഞ് ഡോർ ചെയ്ത് കിട്ടുമ്പോൾ മാത്രമേ നമ്മളതിന് ലോൺ റീപേയ്മെൻറ്റ് ഒക്കെ തുടങ്ങേണ്ട ഒരു ആവശ്യമുള്ളൂ. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനകത്ത് കസ്റ്റമൈസേഷനുള്ള സാധ്യതകൾ കുറേ കൂടി കൂടുതലാണ്.